ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും 2023 എൻഡ് ചെയ്തതും 2024 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും വളരെ മനോഹരമായിട്ട് തന്നെയാണ്. നമുക്കറിയാം ISL പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്ത് നിന്ന് അവസാനം 3 മത്സരങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ പുറത്തെടുത്താണ് ബ്ലാസ്റ്റേഴ്സ് 2023 എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നിത് 2024 സൂപ്പർ കപ്പിലൂടെ ഒരു വിജയത്തിലൂടെ മികച്ചൊരു തുടക്കം കൂടി നൽകിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടിയിട്ട്. സോ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്ക്വാഡിലെ ചെറിയ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ബെഞ്ചിലായിട്ടുള്ള താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ ഒരു മത്സരത്തിൽ 3-1 നമ്മൾ ഈ ഒരു മത്സരം ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗോൾ എന്ന് പറയുന്ന ഒരു പെനാൽറ്റിയിലൂടെ വന്നായിരുന്നു. അത് ആക്ച്വലി സച്ചിൻ്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല. കറക്റ്റായിട്ട് കാണാം, സച്ചിൻ ബോളിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. റീപ്ലേയിൽ ലൈൻ റെഫറിയുടെ ആ ഒരു ഡിസിഷൻ പോലും നോക്കാതെ റെഫറി അതിനെ പെനാൽറ്റി വിധിക്കുകയായിരുന്നു. അത് ആക്ച്വലി ഒരു പെനാൽറ്റി ആയിരുന്നില്ല. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ്, ഫേസ്ബുക്കിൽ മാത്രമാണ് വളരെ കുറച്ച് നെഗറ്റീവ് കമൻസ്, ഒരു 10% അല്ലെങ്കിൽ 5% നെഗറ്റീവ് കമൻസ് കണ്ടു. അതായത് ഇവരെന്താണ് എഫേർട്ട് ഇടാതെ കളിക്കുന്നതെന്നൊക്കെ ചോദിച്ച്. ആക്ച്വലി ഈ ഒരു കണ്ടീഷനിൽ പോയിട്ട് അതും നട്ടുച്ചയ്ക്ക് ഇത് കൂടുതൽ എഫേർട്ട് ഇട്ട് എന്ത് കളിക്കാനാണ്? കാരണം നമ്മൾ ഓവർ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമുക്ക് ISL ഇനിയും കിടക്കുകയാണ്. അപ്പോൾ സൂപ്പർ കപ്പ് മാത്രമല്ല നമുക്ക് നിൽക്കുന്നത്. സോ ഇഞ്ചുറീസ് വരാതിരിക്കേണ്ടത് വലിയൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ലെസ്കോവിച്ചിനൊക്കെ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. മിലോസിനെയും ഹോർമിപ്പാമിനെയും വെച്ചിട്ടായിരുന്നു സെൻറ്റർ ബാക്ക് ഇന്ന് ഹാൻഡിൽ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നവോച്ച ആൻഡ് പ്രബീർ ദാസ് ഡിഫൻസിലുണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ തന്നെയാണ് ടീം കളിച്ചിട്ടുണ്ടായിരുന്നത്. സൂപ്പർ കപ്പിന് ഒത്തൊരു സ്റ്റാർട്ടിങ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല ഇതിൻ്റെ അത്. 3-1 ജയം എന്ന് പറയുന്നത് അത്യാവശ്യം ന്യായമായിട്ടുള്ള ജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് കളിച്ച് ജയിച്ച് കയറാനാണ് ചാൻസ് കൂടുതലല്ല നമ്മൾ കയറാൻ തന്നെയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ചാൻസ്. ആകെ 4 ഗ്രൂപ്പുകളിലാണെന്ന്. 4 ഗ്രൂപ്പിൽ നിന്നും ഓരോ വിന്നേഴ്സ് വീതമായിരിക്കും. അത് ടോപ്പിൽ ഫിനിഷ് ചെയ്യുന്ന ഓരോരുത്തരായിരിക്കും ഗ്രൂപ്പിൽ നിന്നും ക്വാളിഫൈ ചെയ്യുന്നത്. അങ്ങനെ 4 പേര് തമ്മിലാണ് സെമി ഫൈനൽ നടക്കുന്നത് സൂപ്പർ കപ്പിൽ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് അല്പമെങ്കിലും ഒരു ഫൈറ്റ് ഈ ഒരു ഗ്രൂപ്പിൽ തരാനുണ്ടെങ്കിൽ അത് നോർത്ത് ഈസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു മാച്ച് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ടൈമാണ് പ്രശ്നം. ഈ ഒരു 2 മണിക്ക് മത്സരം നടക്കുമ്പോൾ പ്ലേയേഴ്സ് നല്ല രീതിയിൽ ടയേർഡ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ബെഞ്ചിലായിട്ടുള്ള പ്ലേയേഴ്സിന് തങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സമയം കൂടിയാണിത്. കാരണം ISL എന്തായാലും ചാൻസ് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. സോ അവരുടെ കഴിവ് എന്താണെന്ന് അവർ പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ഈ ഒരു സൂപ്പർ കപ്പിൽ. നമുക്കറിയാം ബെഞ്ചിലിരുന്ന താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ലേറ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താറുള്ളതിന് പകരം എയർലി സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു. പെപ്രയ്ക്ക് ഇന്ന് നന്നായിട്ടാണ് കളിച്ചിട്ടുള്ളത്. പെപ്ര ഡിമിറ്റോസ് കോമ്പിനേഷൻ അവിടെ വർക്കൗട്ട് ആയിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്ലേയേഴ്സിന് ഫ്രണ്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ് ISLലേക്ക് വരുമ്പോൾ. സോ അവർക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു സൂപ്പർ കപ്പിൽ ചാൻസ് കിട്ടണം. ആ ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. അതെന്തായാലും കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ് പ്രതീക്ഷ. പിന്നെ പെപ്രയുടെ ഇമ്പ്രൂവ്മെൻറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഓൾറെഡി അറിയാം, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പെപ്ര കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടീമുമായിട്ട് നല്ല രീതിയിൽ ജെല്ലപ്പായിട്ടുണ്ട് പെപ്ര. ഡിമിട്രിയോസുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പെപ്രയ്ക്ക്. ഓരോ ടച്ചസും അതുപോലെ തന്നെ 1 ടച്ച് പാസുകളൊക്കെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പതുക്കെ പുള്ളി ആ ഒരു പ്രഷർ ചെയ്യുന്നതുകൊണ്ട് പതുക്കെ നല്ല ഇപ്പം നല്ല രീതിയിൽ ആ ഒരു എതിർ ടീമിൻ്റെ ഡിഫൻസിനെ പ്രഷർ ചെയ്യാൻ പെപ്രയ്ക്ക് സാധിക്കുന്നുണ്ട്. ഗെയിം സ്ലോ ഡൗൺ ചെയ്യേണ്ടത് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ടീം മൊത്തത്തിൽ ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ടായി സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാൽ എല്ലാവരും കണ്ടതാണ് കുറച്ച് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന്. ഇവൻ ഡരീഷ് ഫറൂഖിൻ്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്കുകൾ പിന്നെയും വരുന്നുണ്ട്. പക്ഷേ പുള്ളി എവിടെയെങ്കിലും കയറി പാച്ച് വർക്ക് ചെയ്ത് സെറ്റ് ചെയ്യുമെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഫാക്ടർ. പക്ഷേ എന്നിരുന്നാലും മിസ് പാസുകൾ ഒരുപാടുകളുണ്ട് പുള്ളിയുടെ ഭാഗത്ത് നിന്ന്. കുറച്ച് മിസ് പാസുകൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. മൈനസ് പാസുകളിൽ മാത്രമല്ല, അല്ലാണ്ട് മിസ് പാസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 2024 നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പ്ലെയർ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടും നല്ലൊരു ദിവസം തന്നെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് അറിയപ്പെടുത്ത ഇറ്റ്സ് മീ ഗൂഗിൾ. ബൈ ബൈ.